ആലപ്പുഴയിലെ SDPI നേതാവായ KS ഷാന്റെ കൊലപാതക കേസിലെ പ്രതികളായ 4 RSS പ്രവർത്തകർക്കാണ് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. കേസിലെ പ്രതികളും RSS പ്രവർത്തകരുമായ അഭിമന്യു, അതുൽ, സനന്ദ്, വിഷ്ണു എന്നിവർക്കാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തും ദിബാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഇവരോട് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസിൻ്റെ വിചാരണയുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ RSS പ്രവർത്തകർക്ക് ജാമ്യം അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ സംസ്ഥാനത്തിനോടും ഈ കേസ് സംസ്ഥാനം ഉൾപ്പെടെയുള്ള കേസിലെ എതിർകക്ഷികളോട് സുപ്രധാനമായ ചില ചോദ്യങ്ങൾ കോടതി ഇന്ന് ആരാഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഇവയായിരുന്നു. 2022 ഡിസംബറിലാണ് സെഷൻസ് കോടതി ഈ ഷാൻ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് 2 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ വേണ്ടി 2 വർഷത്തെ കാലതാമസം എടുത്തതെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചോദ്യം. അതുപോലെ തന്നെ വിചാരണ കോടതിയിൽ, അതായത് സെഷൻസ് കോടതിയിൽ ഈ ജാമ്യത്തെ എതിർത്തിരുന്നില്ല എന്ന കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PV ദിനേശും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് V ഹമീദും കോടതിയുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ തന്നെ ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ വേണ്ട എന്ന കാര്യം മാത്രമായിരുന്നു ഈ വിചാരണ കോടതിയെ അറിയിച്ചതെന്നായിരുന്നു ഈ സംസ്ഥാനം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഏതായാലും സുപ്രീം കോടതി ഈ 4 പ്രതികൾക്കും ഇടക്കാല ജാമ്യം അനുവദിക്കുകയും സ്ഥിരം ജാമ്യത്തിന് ഇവർ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഷാൻ്റെ കൊലപാതകം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകം നടന്നിരുന്നത്. ആ കേസിലെ 15 പ്രതികൾക്കും വധശിക്ഷ വിചാരണ കോടതി വിധിച്ചിരുന്നു. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ പ്രതികളായ SDPI പ്രവർത്തകർക്ക് വധശിക്ഷ നൽകുമ്പോൾ ഈ RSS പ്രവർത്തകർ, ഷാൻ കൊലപാതക കേസിലെ പ്രതികളായ RSS പ്രവർത്തകർ ജാമ്യത്തിലിറങ്ങുന്നത് ഈ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്നായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കേസ് വിശദമായി വാദം കേൾക്കുമ്പോൾ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന.